സർക്കാർ പൊതുപരിപാടികളിൽ നിർബന്ധമായും വന്ദേമാതരം ആലപിക്കണമെന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ ഒഴിവാക്കിയ വരികൾ ഉൾപ്പെടെ ചേർത്താണ് വന്ദേമാതരം ആലപിക്കേണ്ടത്. ദേശീയഗീതം തടസ്സപ്പെടുത്തുകയോ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് തടയുകയോ ചെയ്താലും നിയമ നടപടി ഉണ്ടാകും. ദേശീയ പതാക ഉയർത്തുമ്പോഴും രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും സാന്നിധ്യമുള്ള ഔദ്യോഗിക ചടങ്ങുകളിലും അവരുടെ പ്രസംഗങ്ങൾക്ക് മുൻപും വന്ദേമാതരം ആലപിക്കണമെന്നാണ് ജനുവരി 28 പുറപ്പെടുവിച്ച 10 പേജുള്ള ഉത്തരവിലുള്ളത്. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് വ്യക്തമായ നിയമങ്ങളും പ്രോട്ടോകോളുകളും നിലവിലുണ്ടെങ്കിലും ആദ്യമായാണ് വന്ദേമാതരത്തിന് ഔദ്യോഗിക നിബന്ധനകൾ ഏർപ്പെടുത്തുന്നത്. ദേശീയഗാനവും ദേശീയഗീതവും ഒരുമിച്ച് ആലപിക്കുന്ന അവസരങ്ങളിൽ വന്ദേമാതരത്തിന് മുൻഗണന നൽകണമെന്നും അത് ആദ്യം ആലപിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ഗീതം ആലപിക്കുമ്പോഴോ പ്ലേ ചെയ്യുമ്പോഴോ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണം. എന്നാൽ വാർത്താ ചിത്രങ്ങളിലോ ഡോക്യുമെന്ററികളിലോ സിനിമയുടെ ഭാഗമായി ഗീതം കേൾപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. ചടങ്ങുകളെ ആഭ്യന്തര മന്ത്രാലയം 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. സിവിൽ ഇൻവെസ്റ്റിറ്റ്യൂറുകൾ, രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ, ദേശീയ പതാക പരേഡിനായി കൊണ്ടുവരുന്ന സമയം തുടങ്ങിയവയിൽ ഗീതം കേൾപ്പിക്കണം. സാംസ്കാരിക പരിപാടികളിലും പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും ഗീതം കേൾപ്പിക്കുന്നതിനോടൊപ്പം സമൂഹാലാപനവും നടത്തണം. സ്കൂളുകളിൽ രാവിലെ വന്ദേമാതരം ആലപിക്കണമെന്നും വിദ്യാർത്ഥികളിൽ ദേശീയ പതാകയോടും ദേശീയ ഗീതത്തോടും ആദരവ് വളർത്താൻ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. 1937 കോൺഗ്രസ് ഗാനത്തിലെ പ്രധാന ഭാഗങ്ങൾ നീക്കം ചെയ്തതിലൂടെ ദേശീയ പ്രതീകത്തെ ദുർബലപ്പെടുത്തിയെന്നും വന്ദേമാതരത്തെ വിഭജിച്ചതാണ് രാജ്യത്തിന്റെ വിഭജനത്തിന് കാരണമായതെന്നും കഴിഞ്ഞ വർഷം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയവും വന്ദേമാതരത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.